നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയർ അവൻ്റെ ഫോം തിരികെ പിടിച്ചിരിക്കുന്നു. അതിമനോഹരമായ ഗോളാണ്. സുന്ദരമായിട്ട് ബോളുമായിട്ട് ഓടിക്കയറി പെനാൽറ്റി ബോക്സിലേക്ക് എത്തുമ്പോൾ ഡിഫൻഡർ മനോഹരമായി കബളിപ്പിച്ച് അവൻ തൊടുത്ത ഷോട്ട് മയോർക്കയുടെ വലയിലേക്ക് കയറുന്നത് കാണാൻ തന്നെ എന്തൊരു ചന്തമായിരുന്നു. യെസ്, വിനി ഫോമിലേക്ക് മടങ്ങിയെത്തി. റയൽ മാഡ്രിഡ് ഇതാ വിജയിച്ച് കയറിയിരിക്കുന്നു. 1-2 ഗോളുകൾക്ക് അവർ മയോർക്കയെ പരാജയപ്പെടുത്തിയപ്പോൾ വിനിയെ കൂടാതെ ആർദ ഗ്യൂളറാണ് ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ മറുഭാഗത്ത് മയോർക്കയുടെ ഗോൾ മുറീക്കിയുടെ വകയായിരുന്നു. സാന്റിയാഗോ ബെർണാബുവിൽ നടന്ന മത്സരത്തിൽ കിലിൻ എംബാപ്പയെ മുന്നിൽ നിർത്തി. ഒപ്പം വിനി ജൂനിയർ, ആർദ ഗ്യൂളർ, മസ്റ്റൻ ഡൂനോ എന്നിവരെയൊക്കെ മുന്നേറ്റ നിരയിൽ ഒരുമിച്ച് അണിനിർത്തിക്കൊണ്ടാണ് സാബി അലോൺസോ തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടതെങ്കിൽ മറുഭാഗത്ത് മുറീക്കിയെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു മയോർക്കയുടെ ആക്രമണം. അത് 18ാമത്തെ മിനിറ്റിൽ ലക്ഷ്യം കാണുകയും ചെയ്തു. അപ്രതീക്ഷിതമായിട്ട് റയലിൻ്റെ വലയിലേക്ക് പന്തെത്തിച്ച് അവർ ലീഡെടുത്തു. എന്നാൽ ഗോൾ മടക്കാനുള്ള റയലിൻ്റെ ശ്രമങ്ങൾ 1 മിനിറ്റിനിടയിൽ 2 ഗോളുകൾ തിരിച്ചങ്ങ് കൊടുത്തു. 37ാമത്തെ മിനിറ്റിൽ ആർദ ഗ്യൂളറുടെ ഗോൾ, 38ാമത്തെ മിനിറ്റിൽ വിനിയുടെ അതിമനോഹരമായ നീക്കത്തിലൂടെ പിറന്ന ഗോൾ. ഇടവേള സമയത്ത് 2-1 റയൽ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകൾ പിറക്കാതെ വന്നതോടെ അതേ സ്കോർ ലൈനിൽ വിജയിച്ച് കയറിയായിരുന്നു. പക്ഷേ റയലിൻ്റെ 3 ഗോളുകളാണ് ഡിസലവ് ചെയ്യപ്പെട്ടത്. ചിലരൊക്കെ വിവാദങ്ങൾ ഉയർത്തി തുടങ്ങിയിട്ടുമുണ്ട്. റഫറിങ് റയലിനെതിരെയായിരുന്നു എന്ന രൂപത്തിൽ. ആർദ ഗ്യൂളറുടെ ഗോൾ എങ്ങനെ നിഷേധിക്കപ്പെട്ടു എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇങ്ങനെ നെഞ്ഞത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈയുണ്ടായിരുന്നത്, അത് ഹാൻഡ് ബോൾ വിളിച്ചു. അതുപോലെ എംബാപ്പയുടെ ഗോളിൽ എങ്ങനെ നിഷേധിച്ചു, അതിൻ്റെ ഓഫ് സൈഡിന് കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നു. ഏതായാലും സമീപകാലത്ത് വാർ വന്നതിന് ശേഷം ഗോൾ നിഷേധിക്കപ്പെട്ട ടീമുകളുടെ ലിസ്റ്റ് എടുത്താൽ റയൽ മാഡ്രിഡാണ് തലപ്പത്ത്. എന്തായാലും കളി വിജയിച്ചിരിക്കുന്നു. തുടരൻ വിജയങ്ങൾ, 3 കളി 3 വിജയിച്ചു. സാബി അലോൺസോക്ക് ലാലിഗയിൽ കോച്ച് എന്ന നിലയിൽ കിടിലൻ സ്റ്റാർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.